ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലിയാൻസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളെന്താ ഇടയ്ക്കിടയ്ക്ക് മൂന്നാറിൽ വരുന്നത് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിലാണ് വന്നത്. ഇപ്രാവശ്യത്തെ വരുത്തിന് ഒരു ഒഫീഷ്യൽ ട്രിപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതൊരു ടൂറും ആക്കാന്നുള്ള ഇതിലാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു മൂന്നാറിലെടുത്തത് ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വീട് പോലത്തെ ഒരു ഇതാണ്. കംപ്ലീറ്റ് നമ്മൾ പ്രൈവറ്റായിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളിയാണ് ഇവിടുത്തെ സ്ഥലം കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാണാഹോം ഒന്ന് കാണാം കേട്ടോ. ബൈസൺ വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണിത്, മൂന്നാറിൽ. നല്ല അടിപൊളി എന്താ പറയുക ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇത് സ്റ്റാർ റേറ്റിംഗ് ആണെങ്കിൽ 5 സ്റ്റാർ എന്നാണ് ഇവർ പറയുന്നത്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. മൂന്നാറിൽ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫാമിലി അല്ല കേട്ടോ, 2-3 ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഒന്നിച്ച് വരുമ്പോൾ അത് നല്ലൊരു എന്താ പറയുക പൈസക്ക് വേർത്താണ്. അപ്പോൾ ഇതിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് പെർ നൈറ്റ് 25K ആണ് കേട്ടോ, 25,000. അപ്പോൾ ഇതിൽ നമ്മളെ പേര് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടും കേട്ടോ. അതിനിപ്പോൾ പ്രത്യേകമായിട്ട് ചോദിക്കേണ്ടില്ല, ചെറിയ ഡിസ്കൗണ്ടൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേൻ്റെ ബാക്ക് സൈഡാണിത്, കിച്ചണിൻ്റെ ഭാഗം വരുന്ന ഭാഗമാണ് കേട്ടത്. നല്ല രസമുള്ള സ്ഥലമാണ്. അതിൻ്റെ അതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്തത് നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബാക്കിലെ എൻട്രൻസാണ്, നമ്മളൊരു കാർ പോർച്ചിൽ നിന്ന് വരുന്ന വഴിയും അതേപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ബാക്ക് ഭാഗമാണിത്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നോക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഇതിനോട് ചേർന്ന് ഒരു പുറത്ത് ഇതിൽ സ്വിമ്മിംഗ് പൂളില്ല. അത് എന്താ വെക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു വേറൊരു ഇതുണ്ട് കേട്ടോ, വെള്ളച്ചാട്ടത്തോട് കൂടിയിട്ടുള്ള ഒരു കുളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ 2 ഫാമിലിയാണ് വന്നത്. അപ്പോൾ എൻ്റെ അസ്ലങ്ങൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് സലീം എന്ന് പറഞ്ഞാൽ ഒരു മോനാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ അത് കണ്ട ഈ ഒരു എൻട്രൻസ് ആണ് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് കാർ പോർച്ച്. അപ്പോൾ ഈ ഒരു 2ൻ്റെ ഇപ്പുറത്ത് വരുന്ന ഭാഗമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ മേലെ കാണുന്ന ഈ ഒരു ഗ്ലാസിൻ്റെ വിൻഡോ ഉണ്ടല്ലോ, ഇതൊരു റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു റൂമിലുള്ള ഒരു ബാൽക്കണിയാണ്, ആ ഫുള്ളായിട്ട് ഗ്ലാസ് വെച്ച് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ വേറെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്, ഫ്രണ്ടിലെ മുറ്റത്താണിത്. ഫ്രണ്ടിലത്തെ മുറ്റം കണ്ടില്ല, നല്ല വിശാലമായ മുറ്റാണ്. അതേപോലെ തന്നെ അവർ സെറ്റ് ചെയ്തതും എല്ലാം നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടുന്ന് ഈ ഒരു ഇതിൽ ഞാൻ കണ്ടത് എവിടെ തിരിഞ്ഞ് നോക്കിയാലും നല്ല വ്യൂ ആണ്, നമുക്ക് കണ്ടെടുക്കാൻ തോന്നാത്ത അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. എവിടെ നമ്മൾ ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്താലും നല്ല അടിപൊളി ഇതാണ്, ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് വരിക. അപ്പോൾ എങ്ങനെ നോക്കിയാലും മറ്റേ ഇപ്പോൾ ദൂരത്തേക്ക് കണ്ടോ ഫോഗ് നിറഞ്ഞ് കിടക്കുന്നത്, മഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കണ പോലെ കാണുന്നില്ല, നല്ല സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ശരിക്കും നമ്മൾ എന്താ പറയുക ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ തോന്നും കേട്ടോ. അത്രയും നല്ല രസമുള്ള സ്ഥലമാണ്, നമുക്ക് അത്രയും ബോറടിക്കാത്തൊരു സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചുറ്റും നോക്കിയാൽ പിന്നെ ഒരു തൊട്ടിപ്പുറത്ത് തന്നെ കുറേ കൃഷികളും അതും ഇതൊക്കെ ഉണ്ട്. വീട് കണ്ടില്ലേ, ഇത്രയാണ് 2 ഫ്ലോറായിട്ടാണ് വീടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും മേലെ ടെറസിലും പോയി ഇരിക്കാനും ഇതാക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ അതും ഉണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളൊക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങണം കേട്ടോ. 2 എൻട്രൻസ് ഉണ്ട്, ഇത് മെയിനാണ്. അപ്പോൾ നമുക്ക് കാർ പോർച്ചിൽ നിന്ന് വേറെ എൻട്രൻസ് ഉണ്ട്. ഇതിപ്പോൾ മെയിൻ എൻട്രൻസ് കൂടെ നമ്മൾ കയറി വരുമ്പോഴുള്ള വ്യൂ ആണിത്. ഇങ്ങനെയാണ് ഉള്ളത്. ഫസ്റ്റ് റൈറ്റ് സൈഡിൽ തന്നെ ഒരു സിറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മേലെ ഓപ്പൺ ആയിട്ടുള്ളതാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തതാണ്. മേലെ ഫുള്ള് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഒരു സൈഡിൽ കണ്ടില്ല ഫുള്ളായിട്ടൊരു ഷോക്കേസ് പോലെ ആക്കി വെച്ചത്, സ്റ്റീലും വുഡും വെച്ചിട്ട് നല്ലൊരു ഷോപ്പീസൊക്കെ കുറേ വെച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ബാക്ക് സൈഡ് അതും എൻട്രൻസ് ആണ് കേട്ടോ. കാർ പോർച്ചിൽ നിന്ന് കയറി വരുന്ന ഭാഗമാണത്. പിന്നെ മേൽഭാഗവും ഞാൻ കണ്ടില്ലേ ഫുള്ളായിട്ട് ഓപ്പൺ ആണ്. മേലൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് ഏറ്റവും മേലെ സ്കൈലൈറ്റ് വരുന്ന രീതിയിൽ ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. കാരണം നല്ല സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരികയും ചെയ്യും, എന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ലൈറ്റൊക്കെ ചെയ്ത് കണ്ടില്ല, സൂപ്പറാണ്. അപ്പോൾ ഇതാണ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടുന്ന് നേരെ വരുന്നത് ഡൈനിങ് ആണ് കേട്ടോ. 8 സീറ്റർ ഡൈനിങ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് മേലോട്ടേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തത്. അപ്പോൾ സ്റ്റെയർ കേസ് ഇത് സ്റ്റീലും വുഡും ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്റ്റെയർ കേസുമാണ്. ഫുള്ള് മറ്റേ നമ്മളെ ഗ്ലാസിൻ്റെ ഡോറാണ് കേട്ടോ എല്ലായിടത്തും കൊടുത്തത്. ഗ്ലാസ് ഡോറാണ് മെയിൻ ഗേറ്റിനൊക്കെ.
അപ്പോൾ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ചെറിയ കോട്ടിയാട് പോലെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റിങ്ങും ഈ ഒരു ഇതും കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നാൽ ഡൈനിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ താഴെ 3 ബെഡ്റൂമാണ്, താഴെ 2 റൂമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, മറ്റേത് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിലാണ് എടുക്കാൻ പറ്റുക കേട്ടോ. അങ്ങനെ ഒരു റൂം 2 റൂമെന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല, മൊത്തത്തിൽ എടുക്കണം. ആ ബസ്സിലൊക്കെ നിൽക്കണ ആ ഭാഗം ഉണ്ടല്ലോ, അത് കിച്ചണാണ് കേട്ടോ, അത് കിച്ചണാണ്. ഇവിടെയുള്ള ഈ 2 റൂമാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ 2 ബെഡ്റൂമുണ്ട്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണിത്. അപ്പോൾ താഴെയുള്ള ബെഡ്റൂമിനെക്കാട്ടും മേലുള്ള ബെഡ്റൂം കുറച്ചും കൂടെ സ്പേഷ്യസുമാണ് കേട്ടോ. ഇതന്നെ ശരിക്കും നല്ല വലുതാണ്, ഇതിനെക്കാട്ടും വലുതാണ് മേലുള്ള ബെഡ്റൂം. അപ്പോൾ കണ്ടില്ല, ബെഡ്റൂമൊക്കെ നല്ല അടിപൊളിയാണ്, എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ റൂമും ബാത്ത് അറ്റാച്ച്ഡാണ്, ബാത്റൂമും ഇൻക്ലൂഡാണ്. അപ്പോൾ കണ്ടില്ല, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്ന ചോദിക്കുന്നത് ഇതെന്തോ ചെറിയൊരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് കേട്ടോ. എൻ്റെ ക്യാമറൻ്റെ ഇതാണോ എന്നറിയില്ല, ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിന്നി കളിക്കുന്നത് കാണുന്നുണ്ട്, എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു ബെഡ്റൂം നോക്ക്, അതിനൊരു ചെറിയ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് വലിയ ഷെൽഫുള്ള അൾമാറി എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബെഡ്റൂം, അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഇതാണ് ഡൈനിങ്. അവിടെ ഒരു TV സെറ്റൊക്കെ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ, TV യൂണിറ്റൊക്കെ. പിന്നെ ഇവിടെ അത് കോമൺ ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ ഈ ഒരു ഡൈനിങ്ങിനുള്ള. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും അവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ റൂമാണിത്. ഇത് കുട്ടികളെ റൂമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, ചെറിയൊരു റൂം. ഇത് കുട്ടികളെ കിഡ്സ് റൂം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അതും ബാത്ത് അറ്റാച്ച്ഡാണ്, ബാത്റൂമും എല്ലാം ഉള്ളതാണ് ഈ ഒരു റൂമും. ഇനിയിപ്പോൾ ഇതാ ഇവിടെ നിന്ന് നമ്മളിവിടെ എത്തി, തിരിച്ചിവിടെ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സൈഡിൽ നിന്നുള്ള എൻട്രൻസ്. കാർ പോർച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് കയറാനുള്ള എൻട്രൻസും ഉണ്ട്, മെയിൻ ഗേറ്റിന് പുറമെ അതും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സിറ്റിംഗ് എന്നുള്ള വ്യൂ കണ്ടില്ലേ, മേലോട്ടേക്കും നല്ല വ്യൂ ആണ്. അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു ലൈറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അസ്ലങ്കാനോട് പറയുന്നത് നല്ല അടിപൊളിയാണ് ആ ഒരു ലൈറ്റ് കാണാൻ തന്നെ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എത്ര ക്ലിയർ ആകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു ലൈറ്റ്. അതേ ലൈറ്റിൻ്റെ ആ ഒരു സെയിം ലൈറ്റ് തന്നെയാണ് നമ്മൾ നീളത്തിലാക്കിയിട്ട് അവർ ഡൈനിങ്ങിനും കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്, സെറ്റായിട്ടാണ് എല്ലാം വന്നത്. ഇനിയിപ്പോൾ നമുക്ക് മേലോട്ട് കയറി നോക്കാം. ഇതാണ് സ്റ്റെയർ കേസ്. ഇവിടുന്ന് കയറിയാലാണ് മേലോട്ടേക്ക് എത്തുക കേട്ടോ. സ്റ്റെയർ കേസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, ഫുള്ള് വുഡ് വെച്ചിട്ടാണ് ചെയ്തത്. വുഡും സ്റ്റീലും ആണ് ഹാൻഡ് റെയിലൊക്കെ കൊടുത്തത്. പിന്നെ സൈഡിലൊക്കെ പെർഗോളായിട്ട് എന്താ പറയുക, ലൈറ്റ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതും കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഭാഗമാണിത്, ഹോളാണ്. ഈ കാണുന്ന ആളാണ് ഷാജി എന്ന് പറയുന്നത്, ഇവരാണ് ഈ വീട് നോക്കുന്നത് കേട്ടോ. അവരെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മേലെ നിന്നുള്ള വ്യൂ ആണിത്. ആ ഒരു സിറ്റിങ്ങിൻ്റെ നേരെ മേലാണ് ഈ ഒരു ഓപ്പൺ സ്പേസ് വരുന്നത് കേട്ടോ. അവിടുന്ന് താഴോട്ടേക്കുള്ള വ്യൂ നോക്ക്, എന്താ ഭംഗിയില്ലേ, നല്ല രസമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് നോക്കാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ മേലെ വന്നു കഴിഞ്ഞാൽ മേലെ പിന്നെയും നമുക്ക് വേറൊരു ഡൈനിങ് വേറെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയ വേറെ ഉണ്ട്, അവിടെയും TV ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ മേലെ 3 ബെഡ്റൂമാണുള്ളത്, ഞങ്ങൾ ഉപയോഗിക്കുന്നത് 2 ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലി അല്ലേ ഉള്ളൂ, 2 കിഡ്സ് റൂമായിട്ടും ഞങ്ങൾ 2 ഫാമിലി റൂമായിട്ടും 4 റൂമാണ് മൊത്തത്തിൽ ഞങ്ങൾ യൂസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് മേലുള്ള ഒരു ബെഡ്റൂമാണിത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, താഴത്തേനെക്കാട്ടിൽ വലിയ റൂമാണ്. അവിടെ വാഷ് ബേസിനൊക്കെ വേറെയും അതുപോലെ തന്നെ ടോയ്ലറ്റ് വേറെ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഇതിനെക്കാട്ടിലും ഡബിൾ സൈസിലുള്ള വേറെ അപ്പുറത്തുള്ള റൂം ഇതിനെക്കാട്ടും വലുതാണ്. ഒരു പാർട്ടീഷൻ ചെയ്ത പോലെയൊക്കെ ആക്കിയിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തത്. ഇതാണ് ആ രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. ഇത് കബോർഡാണ്, ഈ കബോർഡിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് ഇവരെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഇവർ പറയുന്നത്, മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ അതും മറ്റേ സേഫ്റ്റി ലോക്കർ, ഡ്രസ്സിങ് ഏരിയ, അങ്ങനത്തെ എല്ലാ ഇതും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂം എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് കണ്ടില്ല, നല്ല ലുക്കാണ്. പിന്നെ നല്ല ക്ലൈമറ്റും എല്ലാം കൊണ്ടും നല്ല ഇതാണ് കേട്ടോ. ഞങ്ങൾ ഈ വന്ന സമയം നല്ല കറക്റ്റ് ടൈമായിരുന്നു. പിന്നെ ഞാൻ താഴെ പറഞ്ഞ കിച്ചണാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അസ്ലങ്ക നിൽക്കുന്ന ആ ഒരു ഭാഗം ഡൈനിങ്ങിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലാണ് ഈ ഒരു കിച്ചൺ വരുന്നതെന്നുള്ളത്. നല്ല മോഡുലാർ കിച്ചണാണ്. പിന്നെ ഞാൻ പറഞ്ഞ 2-3 ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിലുണ്ടല്ലോ, ഇവിടെ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം അത്യാവശ്യം. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോകണം തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് റെസ്റ്റ് എടുക്കാനാണ്, എന്നാലും അത്യാവശ്യമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ അസ്ലങ്ക പറഞ്ഞാൽ ഏതായാലും വന്നതല്ലേ, ഇന്ന് എൻ്റെ വക ചായ എന്ന് പറഞ്ഞിട്ട് 30 ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. നിങ്ങൾ കിച്ചണിൽ ഇറങ്ങാത്ത നിങ്ങൾ ഇറങ്ങിയെന്ന് പറയാം നമുക്ക്. അടുത്ത് നല്ല ഫ്ലെയിമല്ലല്ലേ, നല്ല കളറ്. അപ്പം നമ്മളെ ചായ ഇവിടെ റെഡിയായി. തീ ഓഫായി പോയോ? ഇല്ല, ചെറുതാക്കി വെച്ചോ.
എന്താ പറയാൻ പോയി വിളിക്ക്. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ഒന്നും കൂടെ കാണിച്ചു തരാം. കാർ പോർച്ചിൻ്റെ നേരെ മേലെ വരുന്നത് ഇതും ഒരു ബാൽക്കണിയാണ് കേട്ടോ. വേറെ ഒരു ബെഡ്റൂം എന്നുള്ളൊരു ബാൽക്കണിയാണ്. അത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് തന്നെ അവരത് ഗ്ലാസ് ഡോറൊന്നല്ല വെച്ചത്, നല്ല നിറച്ചിട്ട് ചെടിയൊക്കെ വെച്ചിട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മേലെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത്. അത് നല്ല അടിപൊളിയാണ്. അത് ഫ്രണ്ടിലുള്ള ഭാഗമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഷാജി എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ വ്യൂ ഒക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മേലെ വരുന്ന ഈ ഒരു ബാൽക്കണി. ഒരു റൂമെന്നുള്ളൊരു ബാൽക്കണിയാണ്. ഇത് നിറച്ച് ചെടിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇതാണ് ഈ ഒരു ഫ്രണ്ട് വ്യൂ. ഇവിടുന്ന് മേലെ ഉള്ള ഈ ഒരു താഴത്തേക്കുള്ള ചുറ്റും നോക്കിയാൽ നല്ല രസമാണ്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് എങ്ങനെ നോക്കിയാലും എവിടുന്ന് നോക്കിയാലും എവിടുന്ന് ഫോട്ടോ എടുത്താലും എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോ ഇതൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, എവിടെ നിന്നാലും നല്ല ലുക്കാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബാൽക്കണി ഫുള്ളായിട്ട് ഗ്ലാസ് വെച്ചിട്ട് ഡോറും വിൻഡോസൊക്കെ ഗ്ലാസ്സാണ് ചെയ്തതെന്ന് താഴത്തുനിന്ന് കാണിച്ചു തന്ന ആ ഒരു ഗ്ലാസ് വിൻഡോസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ബാൽക്കണിയാണിത്. ഇത് തുറക്കാനും പറ്റും. നേരത്തെ നമ്മൾ താഴെ നിന്ന സ്ഥലമാണിത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ നിന്നിട്ടാണ് ചെയ്തത്, കണ്ടില്ലേ. അവിടുന്ന് പിന്നെ ഒരു ഡോറൊക്കെ വെച്ചിട്ട് മേലെ ഏറ്റവും മേലേക്ക് കയറാനുള്ള റൂഫിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസാണിത്. അത് കയറി മേലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും റൂഫിലാണ് നമ്മളെത്തുക. അവിടെ അവരിങ്ങനെ ഒരു ടെറസ് പോലെ ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കസാല ഇതൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഒന്ന് എന്താ പറയുക, ഒരു റിഫ്രഷ്മെൻറ്റിലുള്ള എല്ലാ ഇതും അവിടെയും ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ കയറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി ഒന്ന് കയറി ഒന്ന് വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് വന്ന് നല്ല എന്താ പറയുക കുറേ ദിവസമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഇതും. ഇവിടെ ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു ഇത് അവർ ഇതാക്കി ഇതിനായിട്ട് വേണ്ടി സെറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഞാൻ പറഞ്ഞ കുളിക്കാനുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞില്ലേ, നല്ല എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ഒരു ഇതാണിത്. ഭയങ്കര രസമാണ് കാണാൻ. ആ ദൂരെ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടില്ല, അവിടെയാണ് നമ്മൾ കുളിക്കാൻ വേണ്ടി പോണത്. തൊട്ട് ബാക്കിൽ ഒരു 2 മിനിറ്റ് ദൂരേ ഉള്ളൂ കേട്ടോ. 2 മിനിറ്റ് നടക്കാനുള്ളൊരു സ്ഥലമാണിത്, തൊട്ട് ബാക്കിൽ തന്നെ. അപ്പോൾ ഇതും കുറച്ചും കൂടെ എന്താ പറയുക, ഒരു വിസിറ്റേഴ്സിനൊക്കെ പ്രത്യേകിച്ച് നമ്മളെ ടൂറിസ്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. അവർക്ക് ഈ ഒരു സ്ഥലത്ത് തന്നെ ഈ ഒരു വീട് വെച്ചതുകൊണ്ട് ഇതും കൂടെ അവർക്ക് നല്ലൊരു ഇതാണ്. കാരണം പ്രത്യേകിച്ച് ടൂറിസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ഇതാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളച്ചാട്ടം മേലേന്ന് വരുന്നതാണ്. പക്ഷേ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു അണക്കെട്ട് പോലെ അവിടെ കെട്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് വരുന്നത്, അതിൻ്റെ അണക്കെട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ, ശരിക്കും ഒരു കുളം പോലെ, സ്വിമ്മിംഗ് പൂൾ അല്ല ഒരു കുളം പോലെ അവിടെ അങ്ങനെ കെട്ടി വെള്ളം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം കുട്ടികളൊന്നും താഴോട്ടേക്ക് പോവുക അല്ലെങ്കിൽ ഒന്നും സംഭവിക്കൊന്നുമില്ല, സേഫാണ്, സെക്യൂറാണ് അവിടെ. അപ്പോൾ അതിൽ നിന്ന് കുളിക്കാനും പറ്റും. അതിൻ്റെ സെൻറ്ററിൽ കണ്ടോ ഒരു 2 വര പോലെ കാണുന്നത്, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഒഴുക്ക് വേണമല്ലോ, ഈ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അത് ഒഴുക്കിന് വേണ്ടിയിട്ട് അവിടെ നടുവിലൊരു ഹോളിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പോവുകയും ചെയ്യും. എന്നാൽ നമ്മളാരെങ്കിലും അതിനുള്ളിൽ കൂടെ പോയി പോകുമെന്നുള്ള അതൊന്നും അതുമില്ല. അതിനൊക്കെ നല്ല സെക്യൂറായിട്ട് തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ ഇവിടെ കണ്ടില്ല, ചെറിയ കുട്ടികൾക്കൊക്കെ കുളിക്കാൻ വരുന്ന രീതിയിൽ നല്ല കുറച്ച് അങ്ങോട്ടേ കുറച്ച് ആഴമുള്ളൂ. ബാക്കി ഇവിടെയൊക്കെ ചെറിയൊരു അവർ നിൽക്കുന്നത് കണ്ടില്ല, ഇത്രേ വെള്ളമുള്ളൂ. നല്ല രസമാണ്. മേലെ നിന്ന് വരുന്ന ഈ ഒരു ഒഴുകി വരുന്ന വെള്ളം കണ്ടില്ല, ആ വെള്ളമാണ് ഈ താഴത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇവരുള്ളതും. അപ്പോൾ എന്താ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയും, എന്താ രസം എന്നുള്ള. അപ്പം എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും അടിപൊളിയാണ് സ്ഥലം. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഇത് നമ്മളിവിടെ പോയില്ലെങ്കിൽ ശരിക്കും വലിയൊരു മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഷാജിയാണ് പറഞ്ഞത് തൊട്ട് ബാക്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു വെക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു ഇത് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ ശരിക്കും എന്താ പറയുക കുളിച്ച് അർമാദിച്ച് എന്ന് പറയാം ശരിക്കും കേട്ടോ. അത്രയും എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ച് വന്നത്. അപ്പോൾ അത് എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ശരിക്കും ഇതിൻ്റെ മേലോട്ടാണ് ഞാൻ കാണിച്ചത്. ശരിക്കും കണ്ടോ, മഞ്ഞ് വന്ന് മൂടിയിരിക്കുന്ന ആ ഒരു ഇതെവിടാ നിൽക്കണമെന്നുള്ള നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു സ്ഥലം. അപ്പോൾ അത് കണ്ടില്ലേ, ശരിക്കും ഫുള്ളായിട്ട് മഞ്ഞൊക്കെ അത് ഭയങ്കര നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുത്ത വെള്ളമാണെന്നാണ് പറയുന്നത്. നമ്മൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വെള്ളത്തിലിറങ്ങുന്ന ഡ്രസ്സൊന്നും അതും കൊണ്ടുപോയിട്ടില്ലേനു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ലിയാനോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഓളും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ഇറങ്ങിയില്ല, ബാക്കി എല്ലാവരും ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ചളിയിലൊക്കെ ഈ വണ്ടി ഒന്നും ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്.
ഇപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീട് ഞാനിപ്പോൾ മൊത്തത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയാണ്, സൂപ്പറാണ്, എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന അത്രയും സൂപ്പർ ഹോം സ്റ്റേ ആണ് കേട്ടോ. പിന്നെ ഇനി ഈ ഒരു മൂന്നാറിൽ പോയിട്ടുള്ള ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെ പോയി ഫുഡ് കഴിച്ചു, എന്തൊക്കെയാണ് എൻജോയ് ചെയ്തതെന്നുള്ള അതൊക്കെ ഞാൻ പാർട്ട് 2 ആയിട്ട് രണ്ടാമത്തെ ഭാഗം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് അതൊന്ന് കാണണേ, രണ്ടാമത്തെ ഭാഗം. ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ട് 2 കാണാം. അസ്സലാമു അലൈക്കും.